പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം ഫൽസഫി നൗക്കർ എന്നുള്ള വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. കഥയുടെ ഇതിവൃത്തം ഇതാണ്. അതായത് ഒരു നാട്ടിൽ ഒരു യജമാനനും അടിമയും അദ്ദേഹത്തിൻ്റെ ഖാദിമും യാത്ര ചെയ്ത് ഒരു സത്രത്തിൽ അവർ രാപ്പാർക്കാൻ വന്നതാണ്. അപ്പോൾ ആ സമയത്ത് യജമാനൻ അടിമയോട് പറയും, നീ ഈ രാത്രി അഷാറായി കിടന്നുറങ്ങിക്കോ, ഞാൻ രാത്രി എൻ്റെ കുതിരയ്ക്ക് കാവൽ എന്നുള്ള അദ്ദേഹം നല്ല ഇഷ്ടപ്പെട്ടൊരു കുതിരയും അദ്ദേഹത്തിൻ്റെ സമ്പത്തൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് കേട്ട വളരെ ഫിലോസഫിക്കൽ ചിന്തകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഖാദിമൻ നൗക്കർ, അദ്ദേഹത്തിൻ്റെ സേവകൻ പറഞ്ഞു, അയ്യോ വെറും 2 പൈസയുടെ ചിലവുള്ള ഞാൻ കിടന്നുറങ്ങുകയും യജമാനന് താങ്കൾ ഉറങ്ങാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെയധികം മോശമാണെന്ന് പറഞ്ഞാണ്ട് ഇനി ഒരിക്കലും ഞാൻ ഉറങ്ങാതെ വളരെ കൃത്യമായിട്ട് നിങ്ങളെ എന്ത് ചെയ്യും, സേവനം ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് വളരെയധികം ആർക്ക് ഈ യജമാനന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അദ്ദേഹം ഉഷാറായി കിടന്നുറങ്ങി. രാത്രി 1 മണിക്ക് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് നീച്ച് നോക്കി. അപ്പോൾ നീച്ചപ്പോൾ ഇയാളിങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. ആരെ? ഈ നൗക്കർ. അപ്പോൾ നൗക്കറിനോട് ചോദിച്ചു, ഈ എന്തെങ്ങനെ ആലോചിക്കണം? അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയും. അങ്ങനെ ഓരോ വട്ടം നീക്കുമ്പോൾ അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ പറയും. ഇന്നിങ്ങനെ ഞാൻ എങ്ങനെയാണ് ആണി അടിക്കുമ്പോൾ അത് ഭൂമിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പോകുന്നത്, അവിടെയുള്ള മണ്ണെന്താവുന്നത്, അതുപോലുള്ള വളരെയധികം ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ ഈ സംഗതി ഓരോ വട്ടം നീക്കുമ്പോൾ ഇതിങ്ങനെ ഓരോന്ന് ആൻസർ പറയുമ്പോൾ യജമാനൻ പറയുന്നത്, ഈ എൻ്റെ കുതിരനെ നോക്കണം എന്നൊക്കെ പറയും. അവസാനത്തെ വട്ടം അദ്ദേഹം എന്ത് ചെയ്തു, നീച്ചപ്പോൾ സംഗതി കുതിരനെ കള്ളം കെട്ടുകൊണ്ടേണ്. വളരെയധികം കള്ളന്മാരുള്ളൊരു നാടായിരുന്നു അത്. അപ്പോൾ ഈ എന്താ അത് ശ്രദ്ധിക്കാമെന്ന് ചോദിച്ചപ്പോൾ, ഞാനതിനെ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, കുതിരനെ കൊണ്ടുപോയപ്പോൾ നിങ്ങളെ ചുമടൊക്കെ ഞാൻ തന്നെ ചുമക്കേണ്ടി വരുമോ എന്നുള്ള ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞത്. ഇതും കൂടി കേട്ടപ്പോൾ അദ്ദേഹം ബോധരഹിതനായിട്ടാണ്ട് വീണു എന്നുള്ളതാണ് ഇന്നത്തെ കഥ. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് വളരെ കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ അത് വളരെയധികം അപകടം ഉണ്ടാക്കുമെന്നുള്ളതാണ് ഈ പാഠത്തിൻ്റെ അതിൻ്റെ ഗുണപാഠം. ഓക്കെ, ഒരു കഥയാണ്, ഗുണപാഠ കഥയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലുള്ള അർത്ഥങ്ങൾ. ഇതൊക്കെ നിങ്ങൾ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ PDF നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതും കൂടി ഉണ്ട്. ഇതിൽ ജംഒ തന്നെ ലിദ്, ഈ 6ാം മീനത്ത് എന്നുള്ളതൊക്കെ ഇതിൻ്റെ മേലുള്ള ലിദ്ദുകളാണ്. ഓക്കെ, അപ്പോൾ എഴുതിയെടുത്തതെന്ന് മനസ്സിലാക്കുന്നു. നെക്സ്റ്റ്, അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് വരാം. അപ്പോൾ ഫൽസഫി നൗക്കർ, തത്വജ്ഞാനിയായിട്ടുള്ള സേവകൻ. പാഠത്തിൻ്റെ ഹെഡിങ് ആണ് തത്വജ്ഞാനിയായിട്ടുള്ള സേവകൻ. एक मर्तबा का जिक्र है कि एक शख्स अपने बहुत प्यारे और तेज़ रफ्तार घोड़े पर सवार होकर किसी शहर की सराय में आया. ഒരു മർത്തബ എന്നൊരു പ്രാവശ്യമുള്ള ഒരു കഥയാണ്, ഒരു ദിക്ർ എന്നതിൻ്റെ പറച്ചിലാണ്. എന്തെന്നാൽ ഏക്ക് ഷഖ്സ്, ഒരാൾ, അപ്പിനെ ബഹുത്ത്, തൻ്റെ വളരെ പ്യാരെ ഇഷ്ടപ്പെട്ട, അവർ തേസ് റഫ്താർ, ശീഘ്രഗതിയുള്ള നല്ല വേഗത്തിൽ ഓടുന്ന, ഗോഡേപ്പർ, കുതിരയുടെ മേൽ, സവാർ ഹോക്കർ, യാത്ര ചെയ്തിട്ട്, കിസി ഷെഹർക്കി, ഏതോ ഒരു പട്ടണത്തിൻ്റെ, സറായമേ പറഞ്ഞാൽ ഒരു സത്രത്തിൽ, വന്നു. അങ്ങനെ ഉസ്കെ സാത്ത്, അദ്ദേഹത്തിൻ്റെ കൂടെ, യുസ് നൗക്കർ ബി ത, ഉസ്ക നൗക്കർ ബി ത, അദ്ദേഹത്തിൻ്റെ സേവകനും കൂടെ ഉണ്ടായിരുന്നു. ഷാം കെ ഖാനെ സെ ഫാരി ഹോക്കർ, ഷാംസെ വൈകുന്നേരത്തെ, അതായത് അത്താഴം കഴിച്ചിട്ട് സോത്തെ വക്ത്, ഉറങ്ങുന്ന സമയത്ത്, മാലിക്കിനെ, ഉടമസ്ഥൻ, അപ്പിനെ നൗക്കർസെ, തൻ്റെ സേവകനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഏ അസീസ്, അല്ലയോ മഹാനെ, നാച്ചീസ്, അല്ലയോ ഒന്നുമല്ലാത്ത, നാച്ചീസ് എന്ന് പറഞ്ഞാൽ നിസ്സാരനായവനെ. അപ്പോൾ അസീസ് നാച്ചീസ് എന്ന് പറഞ്ഞവിടെ തന്നെ അവിടെ അതിൻ്റെ ഒരു കോമഡി ഉണ്ട്. നിസ്സാരമായ ഉന്നതനെന്നാണ് പഠിക്കുന്നത്. സുന്നമേ ആയ കേട്ടിട്ടുണ്ട്, സുന്നമേ ആയ കേട്ടിട്ടുണ്ട്.
ഇസ്കെ എന്തെന്നാൽ ഇസ് ഷെഹർക്കെ ഈ പട്ടണത്തിൻ്റെ ചോറ് കള്ളൻ ബഡേ വലിയ ബേദർദ് വളരെ ക്രൂരനും അതുപോലെ തന്നെ ചോരി കർണമേ കക്കുന്നതിൽ നിഹായത്ത് വളരെ അങ്ങേയറ്റം ദലീർ ധൈര്യവാനും ആകുന്നു. സോ तो एक काम कर, तू शौक से पाँव फैला कर सो जा. അപ്പോൾ അവിടെ ദിലേർ എന്നാണ് കേട്ടോ വായിക്കേണ്ടത്. ദിലേർ. ഓക്കെ, ദിലേർ ഹൈ വളരെയധികം ധൈര്യവാനാണ്. സോ ആയതിനാൽ എന്താണ്? സോ ആയതിനാൽ തോ അപ്പോൾ ഏക് കാം തോ നീ ഏക് കാം കർ ഒരു ജോലി ചെയ്തിട്ട് നീ ഷൗക്ക് സെ വളരെ ആഗ്രഹത്തോടു കൂടെ പാവം പൈലാക്കർ കാലൊക്കെ നിർത്തി വെച്ചിട്ട് സോജ പോയി ഉറങ്ങിക്കോ. സോജ പോയി ഉറങ്ങിക്കോ എന്നർത്ഥം. എന്നിട്ട് മേ അപ്പിനെ ഇസ് കീമത്തി അവർ തേസ് റഫ്താർ ഗോഡയ്ക്ക് ഞാൻ പിന്നെ ഈ കീമത്തി ഈ കീമത്തുള്ള വിലപിടിപ്പുള്ള അവർ തേസ് റഫ്താർ എന്നിപ്പോൾ നമ്മൾ പറഞ്ഞു ശീഘ്രഗതിയുള്ള ഗോഡയ്ക്ക് കുതിരയുടെ ഹുദ് നിക്രാനി കരുക. നിക്രാനി എന്ന് പറഞ്ഞാൽ സംരക്ഷണം. ഹുദിനെ സ്വയം സംരക്ഷണം ചെയ്തോളാം. ഓക്കെ, അപ്പോൾ അങ്ങനെ. ഇനി അടുത്തത് അപ്പനെ ആക്കാ തൻ്റെ യജമാനൻ ഏ ബാത്ത് സുൻകർ ഈ കാര്യം കേട്ടിട്ട് നൗക്കറിനെ ജവാബ് ദിയ. നൗക്കർ ഉത്തരം നൽകി, സേവകൻ ഉത്തരം നൽകി. ഏ മേരെ മാലിക്, അല്ലയോ എൻ്റെ യജമാന, ഏ തോ നിഹായത്ത് ബേഹുദ ബാത്ത് ഹോഗി, ഇത് വളരെ അധികം അസഭ്യമായിട്ടുള്ള കാര്യമായി മാറും. ബേഹുദാനാൽ അസഭ്യമായിട്ടുള്ള കാര്യമായി മാറും. എന്ത്? നിങ്ങളിപ്പോൾ ഇങ്ങനെ അസഭ്യമല്ല അപരിഷ്കൃതമായിട്ടുള്ള കാര്യമാകും. ഓക്കെ, പിന്നെ ഹോഗിക്ക് ആക്കാ തു തമാം രാത്ത് ജാഗെ, നിങ്ങൾ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയും അവർ 2 പൈസേക്കാ നൗക്കർ ഈ 2 പൈസയുടെ എന്താണ് ഈ വേലക്കാരൻ സാരി രാത്രി മുഴുവൻ ആറാംസേ സോയെ വളരെ എന്താണ് വിശ്രമത്തോടു കൂടെ ഉറങ്ങുകയും വളരെ സുഖമായി ഉറങ്ങുകയും അത് വളരെയധികം മോശമാണ്. പിന്നെ സോഹിബ് യേ നഹി ഹോഗ, സോഹിബ് എൻ്റെ കൂട്ടുകാരായി ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആപ്പ് താങ്കൾ ഇത്മിനാൻസെ വളരെ ഇത്മിനാൻ എന്ന് പറഞ്ഞാൽ ആശ്വാസത്തോടു കൂടെ ഇത്മിനാൻസെ ആറാം ഫർമായേ, നിങ്ങൾ വളരെയധികം ആറാമാവ് പറഞ്ഞാൽ നിങ്ങൾ വിശ്രമിക്കൂ. അവർ ആപ്ക നിങ്ങളുടെ നാച്ചീസ് ഈ നിസാരനായിട്ടുള്ള നൗക്കർ എന്ന് പറഞ്ഞാൽ ആരെയും സേവകൻ സാരി രാത്രി മുഴുവൻ ജാഗക്കർ ഉണർന്നിട്ട് ഗോഡയ്ക്ക് നിക്രാനി കുതിരയുടെ സംരക്ഷണം അവർ പാസുബാനി അതുപോലെ തന്നെ കാവൽ കരയുക ചെയ്യും. ഗോഡയ്ക്ക് തൊറഫ്സെ ആപ്പ് ഇത്മിനാൻ രക്കിയെ, കുതിരയുടെ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്തോളൂ വളരെയധികം സമാധാനത്തോടെ മനസ്സിലാക്കിക്കോളൂ എന്ന്. ഓക്കെ, നൗക്കർക്ക് ഈ ബാത്ത് സുൻകർ ഇയാളുടെ സേവകൻ്റെ ഈ കാര്യം കേട്ടിട്ട് മാലിക്കോ ഉടമസ്ഥൻ ഇത്മിനാൻ ഹുവ വളരെയധികം സമാധാനമായി. അവർ ആറാംസെ സോഗയ അവൻ വളരെ വിശ്രമത്തോടു കൂടെ സുഗമമായി ഉറങ്ങി. ഏക് പഹർ 1 മണിക്കൂർ രാത്രിക്ക് ബാദ് രാത്രിയുടെ ശേഷം ആക്കാക്കി സേവകൻ ആക്കാന യജമാനൻ്റെ ആങ്ക് ഖുലി കണ്ണ് തുറന്നു. ഓക്കെ, ആങ്ക് ഖുലി തോ അപ്പോ ഉസ്നെ നൗക്കർ സെ പൂച്ച, അവൻ തൻ്റെ ഇവനോട് ചോദിച്ചു, സേവകനോട് ചോദിച്ചു, ക്യൂം ഭയ, എല്ലാം എൻ്റെ ചെറിയ സഹോദരൻ എന്തുകൊണ്ടാണ് ക്യാ കർ രേ ഹോ, താങ്കൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവ മേരെ മാലിക്, അദ്ദേഹം പറഞ്ഞു, എൻ്റെ മാലിക് എൻ്റെ ഉടമസ്ഥ. നൗക്കറിനെ ജവാബ് ദേത്തെ ഹുയ, അദ്ദേഹം ഉത്തരം നൽകുന്നവനായി പറഞ്ഞു. എന്തു പറഞ്ഞു? ഈസ് വക്ത് യേ ഗുലാം സോച്ച് രഹാ ഹൈ, ഈ സമയം ഈ അടിമ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു.
अल्लाह ताला ने अल्लाह ताला ज़मीन को ഭൂമിയെ പാനി പർ ക്യൂ ടഹ്റാ രഖാ ഹെ വെള്ളത്തിൻ്റെ മേലെന്തുകൊണ്ടാണ് നിർത്തിയത്? ഭൂമി വെള്ളത്തിൻ്റെ മേലാണെന്നല്ല നമ്മൾ പഠിച്ചതൊക്കെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? നൗക്കർക്ക ഏ ജവാബ് സുൻകർ മാലിക്കിനെ കഹ. അപ്പോൾ ഈ എന്താണ് നൗക്കറിൻ്റെ ഈ ഒരു ഉത്തരം കേട്ടപ്പം മാലിക് എന്ത് ചെയ്തു? മാലിക് പറഞ്ഞു ബേഖബർ. ഈ ബേഖബർ എന്ന് പറഞ്ഞാൽ വിവരമില്ലായ്മ. മുജെ ഡർ ഹേ. ബേഖബർ അല്ലേ വിവരമില്ലാത്തവനെ. മുജെ ഡർ ഹേ എനിക്ക് പേടിയാണ്. എന്താ പേടി? തോ ക്യൂ തൂ നീ എന്ത് തൂ യൂം ഹി ഇങ്ങനെ വാഹി തബാഹി. ഈ വാഹി തബാഹി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ എഴുതി അശ്ലീല വാക്കുകൾ അല്ലെങ്കിൽ അസഭ്യങ്ങൾ. സോച്ച്താ രഹാത്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേരി ഉസ് ബേഖബരി സെ ഫായിദ ഉഡാ കർ നിൻ്റെ ഈ ഒരു വിവരമില്ലായ്മയിൽ നിന്ന് ഫായിദ ഉഡാക്കർ അവസരം മുതലാക്കിയിട്ട് ചോറ് കള്ളന് അമാര മാല് നമ്മളെ സമ്പത്ത് മാൽ അസ്ബാബ് സമ്പത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നെ ചുറാലേ ജായേ കട്ട് കൊണ്ടുപോകാതിരിക്കട്ടെ. എൻ്റെ ഈ വിവരക്കേട് മുതലെടുത്തിട്ട് കട്ട് കൊണ്ടുപോകാതിരിക്കട്ടെ. നൗക്കറിനെ ജവാബ് ദിയ. ആ സമയത്ത് സേവകൻ ഉത്തരം നൽകി. അജി അല്ലയോ നേതാവ്, ജി അതെ. ഉൻക്ക് ക്യാ മജാൽ ഹേ അവൻക്ക് എങ്ങനെയാണ് അങ്ങനെ അതിനൊരു ശക്തി ഉണ്ടാവുക? ആപ്പ് ബേഫിക്കർ രഹിയെ നിങ്ങൾ വെറുതെ ചിന്തിക്കാതിരിക്കോ. അവർ ഇത്മിനാൻ സെ സോ ജായിയെ വളരെ ശാന്തമായി കിടന്നുറങ്ങൂ. ആക്ക ബേച്ചാറ യേ തസല്ലി. ആക്ക യജമാനൻ ബേച്ചാറ ബേച്ചാറാണ് വിവശനായ. യേ തസല്ലി ആമീസ് ഈ സാന്ത്വനം ആമീസ് ബാത്ത് അടങ്ങിയ. ആമീസ് ബാത്ത് പറഞ്ഞാൽ കലർന്ന സംസാരം സുൻകർ കേട്ടിട്ട്. അപ്പോൾ ഈ ആക്ക ബേച്ചാറെന്ന തളർന്ന് വിവശനായിട്ടുള്ള അയാൾ യാത്ര ചെയ്ത് വിവശനായത്. അപ്പം അങ്ങനെയുള്ള യജമാനെ യേ തസല്ലി ഈ ഒരു സമാധാനിപ്പിക്കൽ ആമീസ് ബാത്ത് കലർന്ന സംസാരം സുൻകർ കേട്ടിട്ട് ഫിർ വീണ്ടും സോഗയ അദ്ദേഹം ഉറങ്ങിപ്പോയി. അങ്ങനെ ആധി രാത് കെ ബാദ് അർദ്ധരാത്രിയുടെ ശേഷം ഫിർ ഉസ്കി ആങ്ക് കുലി അദ്ദേഹത്തിൻ്റെ കണ്ണു തുറന്നു. അവർ പൂച്ച വീണ്ടും ചോദിച്ചു, ബാഖബർ അല്ലയോ വിവരമുള്ളവനെ. ബാഖബർ എന്നാൽ വിവരമുള്ളവൻ, ബേഖബർ വിവരമില്ലാത്തവൻ. അബ് കിസ് ഫിക്ർ മേ ഹേ താങ്കൾ ഇപ്പോൾ എന്ത് ചിന്തയിലാണ്? നൗക്കറിനെ ജവാബ് ദിയ. അദ്ദേഹം സേവകന് ഉത്തരം നൽകി. ഖുദാവന്ത് അല്ലാഹു അബ് മേ ഖുദാവന്ത്. ഇവിടെ ഇപ്പോൾ യജമാനൻ അല്ലയോ യജമാനൻ. ഖുദാവന്ത് പഠിച്ചവനക്കും പറയട്ടോ ഖുദാവന്ത് എന്ന്. അബ് മേ സോച്ച് രഹാ ഹോ ഞാൻ ഈ ഒരു ചിന്തയിലാകുന്നു. ഖുദാവന്ത് താല അവിടെ പഠിച്ചവനെന്ന്. ഇവിടെ അല്ലാഹു തആലാനെ ലംബ ഈ നീളമുള്ള, ചോട വീതിയുള്ള, അവർ കിനാർ കരയില്ലാത്ത, ആസ്മാൻ ആകാശം, ബിഗോർ കൂടാതെ, സിത്തോന പറഞ്ഞാൽ തൂണുകൾ കൂടാതെ, കിസ്തൊറ ഏത് രീതി എങ്ങനെയാണ് കടാക്കർ നിർത്തിയിട്ട് രക്കാഹെ വെച്ചിട്ടുള്ളത്. അവർ കേൽഗാഡ് പിന്നെ വേറൊരു ചിന്ത കേട്ടോ. അതിപ്പോൾ എങ്ങനെയാണ് തൂണുകളില്ലാതെ ആകാശം നിലനിൽക്കുന്നുള്ള ഭയങ്കര ഫിലോസഫിക്കലായിട്ടുള്ള ചിന്ത. അതേമാതിരി തന്നെ കീൽഗാഡ് കീൽ ആണി, ഗാഡിനെ മേ അത് ഭൂമിയുടെ അടിയിലേക്ക് കുഴിച്ചു മൂടുന്നതിൽ, ജമീൻ കി ഭൂമിയുടെ മിട്ടി. അപ്പോൾ നമ്മൾ ആണി ഭൂമിക്ക് അടിക്കുമ്പോൾ മിട്ടി മണ്ണ് കഹാ ഓയ്ബ് ജാത്തേ അവിടെ ഉണ്ടായിരുന്ന മണ്ണ് എവിടെയാണ് പോകുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ് ആരെ നമ്മുടെ സേവകൻ. നൗക്കർ കി വാഹിയാത്ത് ബാത്ത് ഈ നൗക്കറിൻ്റെ ഈ ഒരു വാഹിയാത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം ബലഹീനമായിട്ടുള്ള ബാത്ത് സംസാരം സുൻകർ കേട്ടിട്ട് ആക്കാനെ കഹ ആക്ക പറഞ്ഞു, യജമാനൻ പറഞ്ഞു, ബേഖബർ തേരി അല്ലയോ വിവരമില്ലാത്തവനെ, തേരി നിൻ്റെ ഇസ് ബേഖബരീസ് വിവരമില്ലായ്മയിൽ നിന്ന്, മുജെ എനിക്ക് ഹൗഫ് ഹേ പേടിയാകുന്നു,
കെ കോയി മേരാ ഘോഡ ഉടാക്കർ, ആരെങ്കിലും എൻ്റെ കുതിരയെ പറത്തിയിട്ട് നലേ ജായെ പിന്നെ ഉടാക്കർ നലേ ജായ പിന്നെ കൊണ്ടുവരികയില്ല, ഇല്ല ലേ ജായെ കൊണ്ടുപോവുകയില്ല. അപ്പോൾ എന്താണ്, എൻ്റെ കുതിരയെ ആരെങ്കിലും എടുത്തു കൊണ്ടുപോകാൻ എനിക്ക് കൊണ്ടുവരില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അങ്ങനെ ആശയം അങ്ങനെ വെക്കേണ്ടി വരും. ലേ ജാനാനാൽ എടുത്തു കൊണ്ടുപോകാനാണ് ലേ ജാന, പിന്നെ ലേ ജാനാണ് എടുത്തു കൊണ്ടുപോവുകയില്ല എന്ന്. അപ്പോൾ ഇവിടുത്തെ ആശയം അങ്ങനെ മനസ്സിലാക്കാം. അച്ഛാ ഏക് കാം കർ അഗർ തേരാ ജി സോനെ കോ ചാഹേ തോ സോജാ. അച്ഛാ നല്ലതെന്താ, ഏക് കാം കർ ഒരു ജോലി ചെയ്തിട്ട്, അഗർ നിങ്ങൾ, തേരാ ജി നിങ്ങളുടെ മനസ്സ്, ജീർണ മനസ്സ്, സോനേക്കോ ചാഹേ തോ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സോജാ പോയി ഉറങ്ങിക്കോളൂ. അപ്പോൾ നൗക്കർ പറഞ്ഞു, നൗക്കറിനെ ഫിർ വഹി ജവാബ് ദിയ, മുമ്പത്തെ ഉത്തരം തന്നെ അദ്ദേഹം നൽകി. ഖുദാവന്ത് നിയമത്ത് ആപ്പ് ഇത്മീനാൻ രഖിയേ, നിങ്ങൾ സമാധാനമായിരിക്കൂ. മേ പൂരി തൊറ ഞാൻ പൂർണ്ണമായും, ഖബർ വിവരമുള്ളവൻ, അതേ അവർ ഹുഷിയാർ എന്ന സമർത്ഥനുമാണ്. അതുകൊണ്ട് മാലിക് ബേച്ചാറ, വിവശനായിട്ടുള്ള മാലിക് ഉടമസ്ഥൻ, ഫിർ സോ ഗയ വീണ്ടും ഉറങ്ങിപ്പോയി. അങ്ങനെ 3 പഹർ രാത്രി 3 മണി കെ ബാദ് അതിൻ്റെ ശേഷം, ഫിർ അച്ചാനക് പെട്ടെന്ന് ഉസ്കി ആങ്ക് ഖുൽ ഗയി വീണ്ടും കണ്ണു തുറന്നു. ഫിർ ഉസ്നെ പൂച്ച പിന്നീട് അദ്ദേഹം ചോദിച്ചു, ക്യൂം ഭയ്യേ ക്യാ ഖബറേ, അല്ലയോ എൻ്റെ ഭയ്യ, എൻ്റെ ചെറിയ സഹോദര എന്താ വർത്താനം. ഇസ് ബാർ നൗക്കറിനെ ജവാബ് ദിയ, ഈ സമയത്ത് സേവകൻ ഉത്തരം നൽകി. ഖുദാവന്ത് നിയമത്ത് അബ് മേ സോച്ച് രഹാ ഹൂ, ഞാനിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, കെ എന്തെന്നാൽ ഊണ്ട് കെ പേട്ടുമേ, ഊണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ, പേട്ടുമേ വയറിൽ, ഗോലിയാങ് കോൻ ബാന്ത് താഹേ, ഗോലിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അർത്ഥം എഴുതിയിട്ടുണ്ടാവും, വെടിയുണ്ടകൾ അല്ലേ. കോൻ ബാന്ത് താഹേ ആരാണ് കെട്ടിവെച്ചത്, അവർ കീലേക്ക് പത്തോ. അപ്പോൾ അവിടെ വെടിയുണ്ടകളുടെ ഉദ്ദേശം എന്താ, ഈ ഗോലി എന്ന് പറഞ്ഞാൽ ഉരുളകൾക്കൊക്കെ എന്ന് പറയും. അപ്പോൾ ഉരുണ്ട സാധനങ്ങൾ എങ്ങനെ അതിൻ്റെ വയറ്റിൽ വരുന്നത്, അദ്ദേഹത്തിൻ്റെ ഓരോ ചിന്തകളാണ്, ഫിലോസഫിക്കൽ ചിന്തകളായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അതേമാതിരി തന്നെ കേലേക്ക് പത്തോ, കേല പറഞ്ഞാൽ വാഴപ്പഴത്തിൻ്റെ വാഴയുടെ പത്തോ ഇലകൾ പെർ ഹുദ് ബഹുദ് ഓട്ടോമാറ്റിക്കായിട്ട് ഇസ്തിരി, അതെങ്ങനെ ഇസ്തിരി കിസ്തോറ് ഹോജാത്തി, അതെങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ചുളിവും ഇല്ലാതെ നിൽക്കണ വായൻ്റെ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. ഒറസ് കെ മാലിക് ബേച്ചാറ ഫിർ നൗക്കർ കി ബാത്തോ മേ ആക്കർ ബേഫിക്രി സേ സോ ഗയ. ഒറസ് അവസാനം ചുരുക്കത്തിൽ കെ എന്തെന്നാൽ മാലിക് ഉടമസ്ഥൻ, ബേച്ചാറ അവശനായിട്ട്, ഫിർ വീണ്ടും, നൗക്കർക്കി ഈ സേവകൻ്റെ, ബാത്തോമെ സംസാരത്തിൽ, ആക്കർ വന്നിട്ട്, ബേഫിക്രീസെ ഒന്നും ചിന്തിക്കാതെ, സോഗയ ഉറങ്ങിപ്പോയി. അവർ ജബ് 4 ഘടി അങ്ങനെ 4 മണി, ശബ് ബാക്കി തീ രാത്രിയിൽ നിന്ന് 4 മണി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് തോ ഏക് ബാർ ഒരു സമയം, ഉസ്കി ആങ്ക് ഫിർ കുലി അദ്ദേഹത്തിൻ്റെ കണ്ണു വീണ്ടും തുറന്നു. ഉസ്നെ നൗക്കർ സെ അബ് കെ പൂച്ച ഈ സമയത്ത് അദ്ദേഹം സേവകനോട് ചോദിച്ചു, ക്യൂം ഭയ്യേ ആപ് ക്യാ ഖബർ ഹേ എന്ന് ചോദിച്ചപ്പോൾ നൗക്കറിനെ ജവാബ് ദിയ, ഖുദാവന്ത് നിയമത്ത് അല്ലാഹുവിൻ്റെ നിയമത്തെന്ന് പറയുവാൻ, ബാസ് ചോർ ചില കള്ളന്മാർ, ബി ബഹുത്ത് ദാനിസ്മന്ത് ഭയങ്കര ബുദ്ധിയുള്ള അവർ, അപ്നെ കാമേ തൻ്റെ ജോലിയിൽ, ബഡേ മാഹിർ ഹോത്തെ ഹേ ഭയങ്കര നിപുണന്മാരാണ്. കിത്നി അജീബ് ബാത്ത് ഹേ എത്ര അത്ഭുതമുള്ള സംഗതിയാണ്. കെ എന്തെന്നാൽ ഐസാഹി കോയി മുഹ്സൂർ ചോർ സരംഗ് ലഗാക്കർ ഘോഡ ലേ ഉടാ. കെ എന്തെന്നാൽ അദ്ദേഹം പറയുകയാണ്, ഐസാഹി കോയി മുഹ്സൂർ, ഐസാഹി ഇങ്ങനെയുള്ള, കോയി മുഹ്സൂർ ചോർ ഇങ്ങനെയുള്ള, മുഹ്സൂർ എന്നാൽ വായാടിയായിട്ടുള്ള, ചോർ കള്ളൻ, സരംഗ് ലഗാക്കർ ടണലുണ്ടാക്കിയിട്ട്, ഗോഡാലേ ഉട അവിടുന്ന് നമ്മൾ ഇവിടെ ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ട് കുതിരയെ അവിടുന്ന് എടുത്തു കൊണ്ടുപോയി.
അപ്പോൾ ഈ മുഹസൂർ എന്നുള്ളവിടെ യോജിക്കണില്ലെങ്കിലും സംഗതി അതിനതാണ് അർത്ഥം, വായാടിയായിട്ടുള്ളതാണ്. ഓക്കെ. ഇനി മാലിക്കിനെ ബഡി, അപ്പോൾ ഈ സമയത്ത് ഉടമസ്ഥൻ ബഡി ബേബസ് നസ്രോൻസെ, അദ്ദേഹത്തിൻ്റെ ബേബസ് അവശനായിട്ടുള്ള നസ്രോൻസെ നോട്ടത്തിൽ നിന്ന് ഉസ്കി തൊറഫ്ദേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കി. ക്യാ കഹ, എന്തു പറഞ്ഞു, എന്താ പറഞ്ഞത്? ക്യാ കഹ, ചോർ ഗോഡ ലേ ഉടാ, കള്ളൻ കുതിരയെടുത്ത് കൊണ്ടുപോയോ? ഫിർ തും യഹാ ബൈഠേ ഹുയെ ക്യാ കർ രഹേ ഹോ, ആനക്ക് ഇവിടെ ഇരുന്ന് എന്തിനു പണി ആ സമയത്ത്? നൗക്കറിനെ നിഹായത്ത് സഞ്ജീദഗി സേ ജവാബ് ദിയ, ഈ സമയത്ത് അങ്ങേയറ്റം ഗൗരവത്തോടുകൂടെ തന്നെ, ആര്? സഞ്ജീദഗിയാണ്, വളരെയധികം ഗൗരവത്തോടുകൂടെ ആ സേവകൻ മറുപടി പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഖുദാവന്ത് നിയമത്ത്, അല്ലാഹുവിൻ്റെ നിയമത്തെന്ന് പറയുവാൻ. എന്തെന്നാൽ ആപ്ക, താങ്കളുടെ യേ ഗുലാം നാക്കാം ഇസ് ഫിക്ർ മേ ഹേ, ഈ ഒന്നിനും പറ്റാത്ത ഈ അടിമ ഈ ചിന്തയിലായിരുന്നു. എന്തെന്നാൽ ഈ ഗോഡ ചോരി ഹോ ജാനെ കെ ബാദ്, ഈ കുതിരയെ കട്ടുകൊണ്ടുപോയി കഴിഞ്ഞാൽ ഉസ്കി ജീൻ, അതിൻ്റെ ജീനി, അതുപോലെ തന്നെ ഹോക്കീർ എന്ന് പറഞ്ഞാൽ കുതിരയുടെ ഈ ജീനിയുടെ അടിയിൽ ഇടുന്ന ഒരു ഇതാണ്, അതിൻ്റെ കയറോ. അപ്പോൾ ജീനിയുടെ അടിയിലിടുന്ന വസ്ത്രവും അതുപോലെ തന്നെ അതിൻ്റെ ജീനിയൊക്കെ ആപ്കോ അപ്പിനെ സർ പർ രഖന പടേഗ യാ മുജ്കോ അപ്പിനെ സർ പർ ലാദ് കർ ലേ ചൽന ഹോഗ, അത് താങ്കൾ സ്വയം നിങ്ങളുടെ തലയിലാക്കുമോ? ആപ്കോ അപ്പിനെ സർ പർ രഖന പടേഗ യാ, അല്ലെങ്കിൽ മുജ്കോ അപ്പിനെ സർ പർ ലാദ് കർ ലേ ചൽന ഹോഗ, നിങ്ങൾ എൻ്റെ തലയിലാക്കിയിട്ടാണോ അത് എടുത്തുകൊണ്ട് പോവുക എന്നാണ് ഞാൻ ആലോചിച്ചത്. ഏ വഹ്ഷത്ത്, ഈ ഒറ്റപ്പെട്ട അസർ വാർത്ത, അസർ ഖബർ സുൻകർ, അസർ എന്നാലും ഖബർ എന്നാലും വാർത്ത, സോറി ഈ വഹ്ഷത്ത് അസർ എന്ന് പറഞ്ഞാൽ ये वहशत असर ഖബർ സുൻകർ ആക്കാക്കെ ഹുഷ് ഉഡ് ഗയേ, ഈ ഭയാനകരമായിട്ടുള്ള ഭയാനകത ഉളവാക്കുന്ന ഖബർ സുൻകർ വാർത്ത കേട്ടിട്ട് ആക്കാക്കെ യജമാൻ്റെ ഹുഷ് ഉഡ് ഗയേ, ബോധം പോയി. ഉസ്നെ ഉസ് ബേവഖൂഫ് നൗക്കർക്കോ, അവൻ ആ അറിവില്ലാത്ത സേവകനെ ബഹുത്ത് സഖ്ത് സുസ്ത് ഉസ് ബേവഖൂഫ് നൗക്കർക്കോ, ആ വിവരമില്ലാത്ത സേവകനെ ബഹുത്ത് സഖ്ത് സുസ്ത് സുനായി, കുറേയധികം തെറി വിളിച്ചു. അവിടെ സഖ്ത് സുനാന എന്നാൽ തെറി വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടി കൂടുതൽ തെറി വിളിച്ചു എന്നുള്ള അർത്ഥമാണ് സഖ്ത് സുസ്തു സുനാന. നിങ്ങൾക്ക് അർത്ഥം എഴുതി തന്നതിൽ സുസ്തു സുനാന എന്നുള്ളത് സുസ്തു എന്നുള്ള മടിയന, അപ്പോൾ സുസ്തു എന്നുള്ള മടിയന എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ അതല്ല, സഖ്ത് സുസ്തു സുനാന എന്നാണ്. ഓക്കെ. പിന്നെ അടുത്തത് ഗോഡ ചോരി ഹോ ജാനേക്ക ഉസേ ബേഹദ് അഫ്സൂസ് ഹുവ, അവനക്കൊരു ഭയങ്കര അറ്റമില്ലാത്ത സങ്കടമുണ്ടായി ഈ കുതിര നഷ്ടപ്പെട്ടതിൽ. ബേഹദ്ദന അറ്റമില്ലാത്ത ദുഃഖം, അഫ്സൂസ് ഹുവ. ലേക്കിൻ അബ് ഈ ക്യാ ഹോ സക്താത്ത, ഇപ്പോൾ എന്തുണ്ടാകാനാ, അജബ് ചിടിയാൻ ചുക്ക് ഗയേ ഗീത് ഖേത്, ജബ് എപ്പോൾ ചിടിയാൻ പക്ഷികൾ, ചുക്ക് ജാനാനാൽ കൊത്തി തിന്നുപോയി, ഖേത്ത് വിള, വയലിൽ നിന്ന് ഇത് വിള കൊത്തി തിന്നുപോയതിൻ്റെ ശേഷം കൈമലർത്തലാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഓക്കെ. ഇതൊരു പഴഞ്ചൊല്ലാണ്, ജബ് ചിടിയാങ് ചുക്ക് ഗയേ ഖേത് എന്ന് പറഞ്ഞാൽ. ഇതിന് കഥക്ക് ഇതിൻ്റെ ഓർഡറില്ല, അത് എല്ലാവരും പറയുന്ന കഥയാണ് ലോക് കഹാനി എന്നുള്ള അവിടെ കൊടുത്തത്. പിന്നെ ഇതിലുള്ള ചോദ്യോത്തരങ്ങളൊക്കെ ശ്രദ്ധിക്കാം. മാലിക്കിനെ നൗക്കർ സെ ക്യാ കാം കർനെ കോ കഹ, യജമാനൻ അവനോട് എന്ത് ജോലി ചെയ്യാനാണ് പറഞ്ഞത്. രണ്ടാമത് മാലിക്ക് ബാർ ബാർ പൂച്ച്നെ പർ നൗക്കർ ക്യാ ജവാബ് ദേത്ത, ഒരുപാട് വട്ടം ചോദിച്ചപ്പോഴൊക്കെ എന്താണ് ഉത്തരം നൽകിയത്, മാലിക്കിനോട് ഇയാൾ നൗക്കർ ഉത്തരം നൽകിയത്. അടുത്ത് ഫൽസഫി നൗക്കർ ആസ്മാൻ കെ ബാരെ മേ ക്യാ സോച്ച് രഹാത്ത, ഫൽസഫി നൗക്കർ ആകാശത്തിൻ്റെ വിഷയത്തിൽ എന്താ ചിന്തിച്ചത്. 3 മണിക്കൂർ, അടുത്ത് നാലാമത്തെ 3 മണിയുടെ സമയത്ത്
എന്തുകൊണ്ടാണ് മാലിക് എന്തു പറഞ്ഞപ്പോഴാണ് യജമാനന് സമാധാനമായി ഉറങ്ങിയത്? അടുത്ത അഞ്ചാമത്തെ ഗോഡ കിസ് തൊറ ചോരി ഹുവ, എങ്ങനെയാണ് കുതിര നഷ്ടപ്പെട്ടു പോയത്? അടുത്തത് ആറാമത്തത് ഗോഡ ചോരി ഹോനയ്ക്ക് ബാദ് ആക്ക പർ ക്യാ ഗുസരി, പിന്നെ കുതിര നഷ്ടപ്പെട്ട ശേഷം യജമാനൻ എന്താണ് സംഭവിച്ചത്? അടുത്ത ആക്കാനെ നൗക്കർക്കെ സാത്ത് ക്യാ സുലൂക്ക് കിയ, എങ്ങനെയാണ് അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആക്കാനെ നൗക്കർക്കെ സാത്ത് ക്യാ സുലൂക്ക് കിയ, അപ്പോൾ ഇയാളോട് യജമാനൻ എങ്ങനെയാണ് സേവകനോട് പെരുമാറിയത് എന്നുള്ളത്. അടുത്തത് ഹാലി ജഗാക്കോ സോയി ലഫ്സെ ഭരിയെ, അവിടെ പൂർത്തീകരിക്കാൻ. അതുപോലെ നീസെ ദിയെ ഗയെ ജുംലോക്കോ സോഹി തർത്തീബ് സെ ലിഖിയെ, താഴെയുള്ളത് ഓർഡർ ശരിയാക്കി എഴുതുക. അടുത്തത് നീസെ ലിഖെ ഹുയെ ലഫ്സോं को अपने जुमलों में इस्तेमाल कीजिए, അപ്പോൾ ഇത് നിങ്ങൾ എഴുതണം ജുംല പ്രയോഗിച്ചിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചുതരാം. അതുമാതിരി തന്നെ ഇൻ ലഫ്സോं के മുതസാത്ത് ലിഖിയെ, ഇത് ഇൻഷാല്ലാ നിങ്ങൾ PDF അയച്ചു തരും. വായിദ് സെ ജമ്മ ബനായിയെ, ഇതും PDF-ലുണ്ട്. പിന്നെ അമലി കാം, ഇത് നിങ്ങൾ ചെയ്യണം. ഇസ് സബക്ക് സെ അപ്പനി പസന്ത് കെ 5 ജുംല ലിഖിയെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 5 ജുംല ഇതിൽ നിന്ന് എടുത്ത് എഴുതുക. അതേമാതിരി തന്നെ ഇസ് കഹാനിക്കോ അപ്പനെ ലഫ്ലോമേ ലിഖിയെ, നിങ്ങൾ ഇതിനെ നിങ്ങളുടെ സ്വന്തമായ ലഫ്ലിൽ, അത് ഈ കഥ നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങളുടേതായ ലഫ്ലുകളിൽ എഴുതാണ്. അടുത്ത സബക്ക് കെ ആഖിർമേ ജുംല ഹേ, പാഠത്തിൻ്റെ അവസാനത്തെ ഒരു ജുംല ഉണ്ട്. ജബ് ചിടിയ ചുക് ഗയെ ഖേത്ത്, അതായത് എപ്പോൾ കിളികൾ കൊത്തിപ്പോകുന്നു ഈ വയലുകളുടെ ഇത്, അപ്പോൾ അത് ഒരു പഴഞ്ചൊല്ലാണ്. എവിടെ ഉപയോഗിക്കുക എന്നുള്ള അവിടെ വിശദീകരിക്കും. ഞാൻ ഈ വക്ത് രഹത്തെ ഹൈ ഹമേ അപ്നെ കാം കോ പൂരി മെഹനത്ത് സെ കർണ ചാഹിയെ, സമയത്തിൻ്റെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അത് വളരെയധികം അധ്വാനത്തോടു കൂടെ ചെയ്യണം. ഹമേ അപ്നെ അമൽ പർ പൂര ധ്യാൻ ദേന ചാഹിയെ, നമ്മുടെ ജോലിയുടെ മേൽ പൂർണ്ണമായ ശ്രദ്ധ നൽകണം. മുറാദ് അതിൻ്റെ ഉദ്ദേശം ഇതാന്നൊക്കെ ഹമേ ഗഫ്ലത്ത് അവർ ലാപർവാഹി, നമ്മൾ ഗഫ്ലത്ത് കാണിക്കലും അതുമാതിരി തന്നെ ലാപർവാഹി എന്ന് പറഞ്ഞാൽ കൂസലില്ലായ്മ കാണിക്കലൊക്കെ സേ കാം നെഹി ലേന ചാഹിയെ, അങ്ങനെ നമുക്ക് ജോലി എടുക്കാൻ കഴിയുകയില്ല. കിസി ചീസ് കെ ഖോ ജാനേക്കെ, എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ ശേഷം ചാഹെ ആഗ്രഹിക്കുന്നു, ഹം കിतना भी അഫ്സൂസ് കരേ മഗർ, നമ്മൾ എത്ര ദുഃഖിച്ചാലും മഗർ വോ ചീസ് ദോബാര, ആ കാര്യം രണ്ടാമത്തെ വട്ടം നെഹി മിൽ സക്കത്തെ, നമുക്കത് നേടാൻ സാധിക്കുകയില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും.